Hi friends, welcome back to Jaya's recipes. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല നാടൻ നെയ്യപ്പാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് നല്ല വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുത്തതാണത്. അപ്പോൾ നല്ല കുതിർന്നു വന്ന അരിയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ നന്നായി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. ഇതാവുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വല്ലാതെ അങ്ങനെ ബലമില്ലാതെ നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നുറുക്ക് ഗോതമ്പ്. അതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിയുടെ ഒപ്പം കുതിർത്തിയെടുത്താലും മതി. നുറുക്ക് ഗോതമ്പാകുമ്പോൾ പെട്ടെന്ന് കുതിരും, അപ്പോൾ 2 മണിക്കൂറൊക്കെ ധാരാളമാണ്. അത് ഇങ്ങനെ കഴുകിയിട്ട് ഞാൻ കുതിർത്തി എടുത്തതാണത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഇപ്പോൾ കുതിർത്തി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞതാണ് കേട്ടോ അത്. ഇത് ഇനി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം വാലാൻ വേണ്ടി വെക്കണം. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവും. അതുകൊണ്ടാണ് വെള്ളം നന്നായിട്ട് അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റി എടുത്തതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളിത് അരയ്ക്കാനെടുക്കാവൂ. അപ്പോൾ അരി അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് കുറവായിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് പാനിയാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഇത് കുറുക്കിയെടുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതൊരു കടായിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഒരു പിടി നാളികേരക്കൊത്ത് ഇട്ടിട്ട് അത് നന്നായിട്ട് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എള്ളും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുക. എള്ള് ചേർക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അരി അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇല്ലെങ്കിൽ അതിന് പകരം 1/4 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ 1/4 കപ്പ് മൈദ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരിയും നുറുക്ക് ഗോതമ്പും എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാൻ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും വെക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഇത് 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തപ്പോൾ ഇത് 1 കപ്പ് ശർക്കര പാനി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയോടുകൂടി അരയ്ക്കണം. പക്ഷേ തരി വലിപ്പം കൂടരുത് കേട്ടോ, കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ ചെറിയ ഒരു തരിയോട് കൂടിയിട്ട് മാത്രം അരച്ചെടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. ഇനി ഇതിലേക്ക് നാളികേരക്കൊത്തും അതേപോലെ തന്നെ എള്ളും ചേർക്കാം. എള്ള് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവർ, നെയ്യപ്പം ആകുമ്പോൾ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്, ജീരകത്തിൻ്റെ പൊടി, അതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ചെറിയ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ഒരു 1 അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് എത്ര ഫ്ലേവർ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിനി അടച്ചിട്ട് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല പൊന്തി നല്ല നെയ്യപ്പം നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യമുള്ളത്. നെയ്യപ്പം പേര് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നെയ്യിലുണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. പക്ഷേ നെയ്യൊക്കെ കുറേ വേണ്ടേ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ എണ്ണയുടെ പാകം അറിയാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് മാവ് അതിലേക്ക് ഒന്ന് ചേർത്ത് നോക്കുക. ചേർത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാവ് ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അത് എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ചൂട് കൂടി പോയാലും ചൂട് കുറഞ്ഞാലും നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല.
ഞാനിപ്പോൾ ഇത് മാവ് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് അതേപോലെ ഒരു ചെറിയൊരു കയ്യിലാണ് ഞാൻ മാവ് എടുത്ത് ഒഴിച്ചിരിക്കുന്നത്. വലുതല്ല, വലിയ കയ്യിലാവുമ്പോൾ ഇതിന് കട്ടി കൂടും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നി, അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതലാണെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടി അത് ശരിയാക്കുക. അതായത് നമ്മൾ ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട, എന്നാൽ ഇഡ്ലി മാവിൻ്റെ അത്ര കട്ടിയാവാനും പാടില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് തുറന്നിട്ട് ഞാൻ അത് വീഡിയോ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാട്ടോ, കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. മാവ് ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അത് തനിയെ മുകളിലോട്ട് പൊന്തി വരും. മുകളിലോട്ട് പൊന്തി വന്നതിൻ്റെ ശേഷം മാത്രം ഇതുപോലെ കുറച്ച് ഓയിൽ ഇങ്ങനെ അതിൻ്റെ മീതയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ തന്നെ പൊള്ളച്ച് വരും. എന്നിട്ട് മറിച്ചിടുക. ഇപ്പോൾ ഇതാ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, എന്നാലാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ റെഡിയായി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും ഉണ്ടാക്കിയിട്ട് ഇതാ കാണിക്കുകയാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ശരിയായിന്ന് വരില്ല, പിന്നെ ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മൾ സാധാരണ നെയ്യപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മിക്കവാറും വല്ലാതെ അങ്ങനെ ഹാർഡായിരിക്കും. ഇതങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതാ എല്ലാ നെയ്യപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാ നെയ്യപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.